നമസ്കാരം. ഒരാൾ ഒരു കർമ്മം, ഒരു ജോലി ചെയ്താൽ ആ ജോലിക്ക് ഉടനെ തന്നെ പ്രതിഫലം, ആ ദക്ഷിണ എന്ന് പറയും. ചിലപ്പോൾ ഇപ്പോൾ കൂലി, ശമ്പളം എന്നൊക്കെയും പറയും. അത് കൊടുക്കാതിരുന്നാൽ, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ശമ്പളത്തിനായിട്ട് വരുമ്പോൾ നാളെ തരാമെന്ന് പറഞ്ഞാൽ ആ 24 മണിക്കൂർ അയാൾക്ക് കൽപ്പിക്കുന്ന സ്ഥാനം എന്താണെന്ന് അറിയാമോ? സ്തേനൻ്റെ സ്ഥാനമാണ്, കള്ളൻ്റെ സ്ഥാനമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശിവൻകുട്ടിയുടെ, മന്ത്രി ശിവൻകുട്ടിയുടെ അഭിപ്രായം, നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം ചോദിക്കുന്നുവല്ലേ, അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ ഒരു നടിക്കെതിരെ. അപ്പം അയാളിൽ ഈ ഒരു സ്തേനൻ്റെ ഭാവമുണ്ടെന്നർത്ഥം, ഒരു കള്ളൻ്റെ ഭാവമുണ്ടെന്നർത്ഥം. എടോ ശിവൻകുട്ടി, ഒരു കാര്യം ചോദിച്ചോട്ടെ, താൻ ശമ്പളം വാങ്ങിക്കുന്നില്ലേ? അതെന്തിനാ ശമ്പളം വാങ്ങിക്കുന്നത്? സേവനത്തിന് വേണ്ടി, രാജ്യസേവനത്തിന് വേണ്ടി. നാണാവില്ലേ? നാണവും മാനവും ഉണ്ടോ രാജ്യസേവനത്തിന് വേണ്ടി ശമ്പളം വാങ്ങിക്കാൻ? നമസ്കാരം. രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചു പോകുമ്പോൾ നമ്മൾ അവർക്ക് ചാർത്തി കൊടുക്കുന്നൊരു കാര്യമുണ്ട്. രാജ്യത്തിന് വലിയൊരു വിടവ് വന്നിരിക്കുകയാണ്. ആ വിടവ് നികത്താൻ ഇനി കഴിയില്ല എന്നൊക്കെയാണ് ഇവിടെ. ഗാന്ധിജി മരിച്ചു പോയിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു മരിച്ചു പോയിട്ടുണ്ട്. ആ വിടവൊക്കെ നികന്നിട്ടുമുണ്ട്, ഇന്ത്യ നിലനിന്നിട്ടുമുണ്ട്. സൂര്യൻ എപ്പോഴും കിഴക്ക് തന്നെയാണ് ഉദിക്കുന്നത്, പടിഞ്ഞാറ് തന്നെയാണ് അസ്തമിക്കുന്നത്. എബ്രഹാം ലിങ്കൻ, എടുത്തു പറയാൻ ഒരുപാട് പേരുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ശിവൻ ആരാന്നറിയോ? ഒരു കുട്ടി മാത്രമാണ്. അയാൾ രാജ്യസേവനം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ശമ്പളം എഴുതി വാങ്ങിക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ ഇരിക്കുന്ന ആളുകളെ എണ്ണിയിട്ട് അവരൊക്കെയും കഴിക്കുന്നതിൻ്റെ ബില്ലിൻ്റെ തുക കൊടുക്കില്ല, എഴുതി വാങ്ങിക്കും. പെട്രോളിൻ്റെ പൈസ എഴുതി വാങ്ങിക്കും. ഒരു കാലം മുന്നോട്ട് വെച്ചാൽ ഒരു കാലം പിന്നോട്ട് വെച്ചാൽ അതിനുള്ള പൈസ എഴുതി വാങ്ങിക്കും. രാജ്യസേവനം അതൊരു ബിസിനസ്സാണ്, എല്ലാവർക്കും അറിയാം. അതായിക്കോട്ടെ. പക്ഷേ യുവജനോത്സവത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അത് പറയുന്നത് അറിയോ? 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് പഠിപ്പിക്കണമെങ്കിൽ ആ പഠിപ്പിക്കുന്ന ടീച്ചർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അറിയാമോ? ശിവൻകുട്ടി, നിങ്ങളൊരു 1/4 മണ്ഡലം ചാടി കാണിക്കും. അരമണ്ഡലം വേണ്ട, നിങ്ങളുടെ കാലൊടിയും. ഇതിപ്പോൾ നവ്യ നായരാകട്ടെ അല്ലെങ്കിൽ മഞ്ജു വാര്യരാകട്ടെ, അവരൊക്കെ തല്ലുകൊണ്ട് അടികൊണ്ട് പഠിച്ചതാ. പഠിപ്പിക്കുന്ന ടീച്ചർ ആ കോലൊക്കെ എടുത്ത് അവരെ തലയിലേക്ക് അറിയും, കടന്ന് പോടിയെന്ന് പറയും. നിനക്കൊന്നും ഈ ഡാൻസ് ഒന്നും വിധിച്ചതല്ലെന്ന് പറയും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടി 4, 5, 6 വർഷം കൊണ്ട് ഇതിനാൽ ഡാൻസൊക്കെയും പഠിക്കാൻ വൈകിട്ട് വരെ വരും. അവങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് മുറുക്കിക്കെട്ടി, കച്ചകടന്ന പോലെ മുറുക്കിക്കെട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതവരുടെ ലാവണമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അവർ, അവരുടെ ജോലിയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അവർ. അതങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ, കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ, 10 മിനിറ്റ് നേരത്തെ ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ 10,000 മിനിറ്റ് വേണം, എത്രയോ ദിവസങ്ങൾ വേണം. അവരുടെ പൈസയ്ക്ക് വിലയുണ്ട്. നമ്മൾ എന്നെ ഇപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ചു എന്ന് ചോദിച്ചു, എനിക്ക് എത്ര രൂപ ചോദിക്കാൻ പറ്റും? ഒരു നാടകത്തിന് മാക്സിമം ഒരു 2,500 രൂപ ചോദിക്കാൻ പറ്റും. മമ്മൂട്ടി ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴോ, ആ സ്വാമി 2,500 രൂപയ്ക്ക് അഭിനയിച്ചല്ലോ, താനെന്ത് ഈ 2.5 ലക്ഷം ചോദിക്കുന്നത്, അല്ലെങ്കിൽ 25 ലക്ഷം ചോദിക്കുന്നതിന് ചോദിക്കുന്ന അർത്ഥമുണ്ടോ? അദ്ദേഹം മമ്മൂട്ടിയാണ്, ഞാനൊരു ചാമിയാർ മാത്രമാണ്. പണ്ട് നാടകത്തിൽ അഭിനയിച്ച് നടന്നൊരു ചാമിയാർ മാത്രം. ഇവിടെ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. നല്ല ടീച്ചർമാരുണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ, അവനെ നൃത്ത സങ്കേതങ്ങളിൽ നല്ല ടീച്ചർമാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ കാര്യം പറയട്ടെ, തൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആ ബിന്ദുവില്ലേ, ഇങ്ങനെ സംസാരിക്കുന്ന ബിന്ദു, ഞാൻ കളിയാക്കിയതല്ല, അതിൻ്റെ ബിന്ദു ഇപ്പം മനസ്സിലായല്ലോ. അവർ ഡാൻസുകാരിയാണ്. അവരെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കായിരുന്നില്ലേ? അവരെ വിളിച്ച് എന്തിനാണ്? നമ്മളുടെ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ,
വീണ ജോർജ് ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, ആരോഗ്യമന്ത്രി ഡാൻസുകാരിയല്ലേ? 10 മിനിറ്റ് മാത്രം ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് ഈ ആർ ബിന്ദുവിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ വീണ ജോർജിനെ വിളിച്ചിട്ട് കളിപ്പിക്കായിരുന്നില്ലേ? അവർ നന്നായിട്ട് കളിച്ച് പരിചയമുള്ള ആൾക്കാരല്ലേ? നിങ്ങൾ ഈ സെലിബ്രിറ്റികളെ പോയിട്ട് അവർ ഇത്രയും ദിവസം മാറ്റി വയ്ക്കണേ, അവരുടെ സിനിമയിൽ അവർക്ക് കിട്ടുന്ന ലക്ഷങ്ങളാണ് അവർ കളയുന്നത്. അവർ ചോദിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഉള്ളവനെ അമ്പലങ്ങൾ വിളിക്കാറുണ്ട്. അമ്പലങ്ങളിൽ ഞാൻ പോകാറില്ല, അമ്പലങ്ങൾക്കകത്ത് വേണ്ടി ഞാൻ ഗീതയൊന്നും നടത്താറില്ല. പക്ഷെ ഹാളുകൾക്കകത്ത് ഓഡിറ്റോറിയത്തിനകത്താക്കി നടത്താറുണ്ട്. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രം, അന്നവിടെ ചെയർമാനായിട്ടിരിക്കുന്നത് ചന്ദ്രമോഹനാണ്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്നൊരു മുരളീധരനാണ്. ചന്ദ്രമോഹൻ എൻ്റെ ഒരു ക്ലാസ് സീനിയറായിട്ട് കേരള കോളേജിൽ പഠിച്ച ആ പരിചയം. മുരളീധരൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകൻ, എന്നേക്കാൾ ജൂനിയറാണ്. അപ്പോൾ അവരവിടെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരാൾ നമുക്ക് ഇവിടേക്ക് സത്സംഗത്തിന് വിളിക്കാം എന്ന് കരുതി. ഞാൻ ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപ. അവർക്ക് അപ്പൻ്റെ മനസ്സിലായ കാര്യം ഇങ്ങനെ വരില്ലെന്ന്. അപ്പം എല്ലാവരും അവരവരുടെ ജീവിത സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, അവരുടെ ജീവൻ മഹിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കർമ്മങ്ങളിൽ ഇടപെടുന്നത്. അത് ഏതൊരു കർമ്മമാണെങ്കിലും അതിനനുബന്ധമായിട്ടുള്ള അതിന് ഓരോ കർമ്മത്തിനും ഓരോ രീതിയിലുള്ള പ്രതിഫലങ്ങളുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവൻ കള്ളനാ. ഈ സർക്കാർ കള്ളന്മാരുടെ സർക്കാരായിട്ട് മാറും, സ്തേനന്മാരുടെ സർക്കാരായിട്ട് മാറും. മലയാള സിനിമയിലൊരു നായക നടി ഉദ്ഘാടനത്തിന് പോയാൽ ഏതാനും മണിക്കൂറുകൾക്ക് ലഭിക്കുന്ന തുകയാണ് 5 ലക്ഷമൊന്നും അല്ല. നടികളൊക്കെ വല്ല ജ്വല്ലറിയിൽ ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാണ്ടല്ലോ, അവരവിടെ പോയിട്ട് നല്ലൊരു ചെയിൻ എടുത്ത് പറയും, ചേട്ടാ ഇത് നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി, ആ സാധനം പോയി, ഇനി അവിടെ തിരിച്ചു വയ്ക്കില്ല. അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. സെലിബ്രിറ്റികളാണ്, ലോകം അറിയുന്നവരാണ്. ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോയാൽ 20-25 ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അവരാണ് ഇവിടെ വന്ന് 5-10 ദിവസം കൊണ്ട് 10 മിനിറ്റ് പ്രോഗ്രാമിന് 10-15 ദിവസം പഠിക്കണം. എന്നിട്ട് 5 ലക്ഷമേ ചോദിച്ചുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം ഇങ്ങനെ പറഞ്ഞെന്താ അറിയാമോ? ഒരു നടി, ഷീലയാണോ, അതോ ശാരദയോ, അതോ ജയഭാരതിയോ, അതോ കവിയൂർ പൊന്നമ്മയോ, അതോ ആറന്മുള പൊന്നമ്മയോ, ആരാണത്? ഒരു നടി എന്ന് പറയാൻ പാടില്ല, അത് വൃത്തികേടാണത്. നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി കള്ളനാ. ഞാൻ പറഞ്ഞു, ഒരു മന്ത്രി കള്ളനാ എന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആദ്യം എന്താ പറയുക? ആ മന്ത്രിയുടെ പേര് പറയാൻ പറയും. അല്ലെങ്കിൽ എന്തുണ്ടോ, പിണറായി മുതൽക്ക് അവിടെയുള്ള ഞാഞ്ഞൂള് മന്ത്രി പോലും എല്ലാവരും കള്ളന്മാരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിച്ചിട്ട് തെണ്ടിത്തരം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. അത് മാന്യതയ്ക്ക് യോജിക്കാത്ത വാക്കാണല്ലേ തെണ്ടിത്തരം. ശരി, തെണ്ടിത്തരം എന്ന് ഞാൻ പറയുന്നില്ല. ശിവൻകുട്ടി കാണിച്ചത് തെണ്ടി ശിവൻകുട്ടി അല്ല, എന്തായാലും പറയാ, ശിവൻകുട്ടി കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശരിയല്ലായ്മയാണ് കാണിച്ചത്. നിങ്ങളുടെ സർക്കാരിലൊരാൾ ഒരു മന്ത്രി കള്ളനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ പറയാ? ആരാണെന്ന് പറയണം എന്ന് പറയും. നിങ്ങൾ എന്താ പറയുക? ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഏതാ നടി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നവ്യ നായരാണോ കുറ്റവാളി, അല്ലെങ്കിൽ ആർത്തി എന്നൊരു വാക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചു, എന്തൊരു ആർത്തി എന്ന്. മഞ്ജു വാര്യരാണോ കുറ്റവാളി? ആരാണ് കുറ്റവാളി? ഒരുപാട് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ എവിടെയുണ്ട്? എടുത്തു പറഞ്ഞിട്ടുണ്ട്, യുവജനോത്സവത്തിൽ നിന്ന് കയറി വന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് മഞ്ജു വാര്യരും നവ്യ നായരും മാത്രമേ ഉള്ളൂ. ഇതിൽ നായരാണോ വാര്യരാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അത് നിങ്ങൾ പറയണോ? അത് മറ്റൊരു കാര്യം, മന്ത്രിയായതിനു ശേഷം ഇവിടെ കൈക്കോട്ടെടുത്ത് കളയ്ക്കുന്ന ആൾക്ക് കിട്ടുന്നത് 600-700 രൂപയാണ് ഒരു ദിവസം. കാലത്ത് മുതൽ വരെ കൈക്കോട്ടെടുത്ത് കളച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മാസം 10-25,000 രൂപ കിട്ടുന്നുള്ളവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ശരീരം കളഞ്ഞ് അവരുടെ ആയുസ് കളഞ്ഞിട്ടാണ് ഈ പൈസയെങ്കിലും പാവങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരെന്താ? സാമൂഹ്യ സേവനം, രാജ്യസേവനം. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ജനസേവനം, ജനസേവകന്മാർ, ഇതല്ലേ നിങ്ങളുടെ പേര്. നിങ്ങളെന്ന് കൊണാപ്പ് ജനസേവനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല പിറ്റേ ദിവസം നിങ്ങൾ ആ ഇതിൽ കയറുമോ? ഇതും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ പെൻഷൻ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്?
ഇവിടുത്തെ സാധാരണ ഗവൺമെൻറ് ജോലിക്കാർ ചെയ്യുന്ന പോലെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, ഇറങ്ങിപ്പോയാൽ പെൻഷൻ കിട്ടുന്നു, ചത്തുപോയാൽ അതിൻ്റെ പോലെ ഭാര്യയ്ക്ക് കിട്ടുന്നു, അല്ലേ? നിങ്ങളെപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ എനിക്കിത്ര ശമ്പളം വേണ്ടാന്ന്? ശമ്പളം കയറ്റുമതിയല്ല, ശമ്പളം കയറ്റുന്ന കാര്യം വരുമ്പോൾ LDF, UDF, BJP മറ്റെല്ലാ ഇളിപ്യം പാർട്ടികളെല്ലാം എന്തായാലും പറയാം, ഈർക്കിളി പാർട്ടികളെല്ലാവരും കൂടിയിട്ട് എങ്ങനെയാ പാസ്സാക്കുക? എല്ലാവരും ഒറ്റയടിക്ക് കൈ ഉയർത്തും, പാസ്, 100%, 100% പാസ്, റാങ്കോട് കൂടിയിട്ടാണ് പാസ്സാക്കുക. അതല്ലേ സത്യം? ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സൗജന്യ സേവനമൊന്നുമല്ല, ഇപ്പം രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ ആ മോനെന്താ ജോലി? അവൻ ഡാക്ടറാ. ഈ മോനെന്താ ജോലി? അവന് കെട്ടറിങ് കിടക്കുന്ന കോൺട്രാക്ടറാ. മറ്റേ മോനെന്താ ജോലി? അവൻ അക്കാരി കള്ള് ബിസിനസ്സാ. പിന്നത്തെ മോനെന്താ ജോലി? അവൻ രാഷ്ട്രീയ ബിസിനസ്സാ. ഇതൊക്കെ ബിസിനസ് മാത്രമാണതെല്ലാം. ആയതുകൊണ്ട് തന്നെയാണ് ഒരു MLA ആയി കഴിഞ്ഞാൽ കോടീശ്വരനായി, ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ ബഹുകോടീശ്വരനായി. കാരണം അവരെ അധികാരം ഇരിക്കുന്നുണ്ട്. ആ അധികാരമാണ് അവർ വിൽക്കുന്നത്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നു. ആർക്കാണ് അധികാരത്തിൻ്റെ തണൽ? ആർക്കും ആവശ്യം? എനിക്ക് ആവശ്യമില്ല. വലിയൊരു കോടീശ്വരന്മാർ അവർ ചെയ്യുന്ന 2ാം നമ്പർ ബിസിനസ്, അവർക്കാണ് ഇവരുടെ ആവശ്യം. ഇവർ കുട ചൂടി കൊടുക്കുന്നു, അവർക്ക് തണൽ നൽകുന്നു, അതിനവർ പണം നൽകുന്നു. ആരെ അവർ വഞ്ചിക്കുന്നത്? ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയല്ലേ ചെയ്യുന്നത്? എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഈ യുവജനോത്സവത്തിന് വരുന്ന സകലവിധ യുവജനോത്സവത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. യുവജനോത്സവത്തിൽ കറി വെക്കാൻ വരുന്ന ഒരു നമ്പൂരി വരുന്നുണ്ടല്ലോ, ഇളയിടോ, അയാൾക്ക് ലക്ഷങ്ങൾ അയാളോട് പറഞ്ഞൂടെ ഫ്രീ ആയിട്ട് വെച്ച് പോടോന്ന്? എന്താ പറയാത്ത? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോന്നിനും ഓരോ വിലയുണ്ട്, ഓരോന്നിനും ഓരോ മൂല്യമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡാൻസ് പഠിച്ച ടീച്ചർമാരുണ്ട്, അവരോട് ഫ്രീ ആയിട്ട് ചെയ്തും ഒരുപക്ഷെ അവരുടെ പേരിനും പെരുമിക്കും, അതൊരു പ്രതിഫലമാണ്. അല്ലെങ്കിൽ അവരൊരു 10,000 രൂപയ്ക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ആരോ പറഞ്ഞ പോലെ എനിക്കൊരു നല്ല കാറ് വാങ്ങിക്കണം. അപ്പോൾ ആരോ വന്നു വെച്ചു, സ്വാമിയായി എനിക്കൊരു നല്ല കാറ് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു റോൾസ് റോയ്സ് വാങ്ങിച്ചോ. അതിനെന്താ വില? പക്ഷേ ഇയാളുടെ കയ്യിൽ ആയി കൂടിയുള്ളത് 50,000 രൂപയാണ്. അതിന് സെക്കൻഡ് ഹാൻഡ് പഴയ സ്റ്റാൻഡേർഡ് വണ്ടിയേ കിട്ടുള്ളൂ. പക്ഷേ ഇയാളുടെ ആഗ്രഹം എന്താ? റോൾസ് റോയ്സ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ റോൾസ് റോയ്സിന് ചിലപ്പോൾ 10 കോടി 15 കോടിക്കും വരും. 10,000 രൂപയ്ക്ക് കിട്ടുമോ? അല്ല 50,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് ചോദ്യം. അത് കിട്ടില്ലടോ. ആയതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും, റോൾസ് റോയ്സ് വാങ്ങിക്കണ്ട. താൻ പോയിട്ട് ഏതെങ്കിലും ഇപ്പോൾ ടാറ്റ അദ്ദേഹം കാർ ഇറക്കുന്നുണ്ട്, മിനി കാർ ഇറക്കുന്നുണ്ട്, നാനോ കാറ്, അത് വാങ്ങിച്ചാൽ മതി. 2.5 ലക്ഷം രൂപയുള്ളൂ. അതും കയ്യിലില്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുക. അതും കയ്യിലൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുക. അതും കയ്യിലില്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങിക്കുക. അത് മതിയടോ. എത്ര ആൾ സൈക്കിളുമ്പോൾ പോകണു? അതും പറ്റില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് പരിപാടിയാണ് നടരാജ് സർവീസ്. എന്താണ്? നടക്കന്നെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കൊമ്പത്ത് കയറി പിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിനെ നിങ്ങൾ സമീപിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കൊമ്പത്ത് കയറി പിടിക്കണം. സിനിമാ നടികൾ തന്നെ വേണം, എന്നിട്ട് പൈസ എഴുതിയെടുക്കണം. ആ സിനിമാ നടി ഈ 5 ലക്ഷം ഇവർ പറഞ്ഞപ്പോൾ അത് കൊടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ എന്തുണ്ടാവും? 5 ലക്ഷത്തിൻ്റെ കണക്കോട് വരും. ആ നടി വന്നിട്ട് ഇവിടെ ഡാൻസ് ആക്കി കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു കാര്യമല്ലേ, രാജ്യസേവനമല്ല, അതിൻ്റെ തലയ്ക്ക് അത്രയല്ലേ വിവരം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം പഠിക്കും, ഇതെല്ലാം പോണ സമയത്ത് ഇതിലൊന്ന് ഒപ്പിട്ടോളൂ. ഞാൻ പഠിപ്പിച്ചു പറഞ്ഞിട്ടാണ് ഒപ്പിടുന്നത്. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു, അടിയിൽ ഒപ്പ്. അതിൻ്റെ അടിയിൽ പിന്നെ 5-6 വരിയും കൂടി പിന്നെ എഴുതി ചേർക്കും. ആ കുട്ടികളെ പഠിപ്പിച്ചതിന് 5 ലക്ഷം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ 5 ലക്ഷം ആരുടെ പോക്കറ്റിലിരിക്കും, ആരുടെ തൊള്ളയിലിരിക്കും, ആരുടെ ഗുദത്തിൽ കയറിയിരിക്കും? ഈ ശിവൻകുട്ടിയുടെ. ഇതൊക്കെയല്ലേ എൻ്റെ പരമസത്യം, ഇതൊക്കെയല്ലേ എൻ്റെ സത്യങ്ങൾ. അപ്പം അതിനൊന്നും കഴിയാതെ വന്ന സമയത്ത് എന്തുണ്ടായി? ആ മുന്തിരി പുളിക്കുമെന്നായി. അല്ലേ സത്യം? പ്രശ്നം രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് താൻ ഒരാളുടെ മുഖത്ത് വിരൽ ചൂണ്ടുന്നു,
3 പേരിൽ തൻ്റെ നേരെ ചൂണ്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായ ഉടനെ പറഞ്ഞു ഞാനത് പിൻവലിച്ചു എന്ന്. നാണക്കേട്. നമസ്കാരം.